സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്നലെ നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള എഹ്സാൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഒരു ഹൾക്ക്, അതായത് ഹൾക്കിൻ്റെ ന്യൂ മോഡൽ ബൈക്ക് കൊണ്ടിരിക്കുന്നതൊക്കെയാണ്. അതായത് ഹൾക്കിൻ്റെ ഒരു ബൈക്ക് ഏതാ മോഡൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഹൾക്കിൻ്റെ ബൈക്കിന് കുറച്ച് സൂപ്പർ പവേഴ്സ് ഉണ്ട്. എടാ നീ ചെന്ന് സ്റ്റീൽ ചെയ്തോളാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഗൈസ്, അപ്പോൾ ഈ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് അധികം നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. എന്നാലും നമ്മൾ ഫോർച്യൂണർ എടുത്തുകൊണ്ടാണ് പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ആ ബൈക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. സോ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ ബ്രൂസ് ബാനർ, അതായത് ഹൾക്ക് അവിടെ ഉണ്ടോയെന്നും കൂടി അറിയണം കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പാർക്ക് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിനെക്കാട്ടും മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനലൊന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ താരം ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനും മറക്കില്ല ഗൈസ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്നും അറിയാത്ത പോലെ കേസ് കൊടുക്കാനായിട്ട് പോകണ പോലെ പോവാം. ലാ 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 ലാ. എടോ, താൻ എങ്ങോട്ടേക്ക് പോവാ? സാർ, ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകണമായിരുന്നു. ഒന്ന് ഉള്ളിൽ കയറിക്കോ, റിസപ്ഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തായി. ഓക്കെ സാർ. സോ ഗൈസ്, അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സാർ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒന്ന് മോളിൽ ചെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, മോളിൽ ചെന്ന് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി എന്നൊന്നും അറിയണമല്ലോ മുകളിൽ. സോ ഗീസ്, അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ ഒന്നും കാണുന്നില്ല ഗീസ്. ഓക്കെ, ഇവിടെ ഒന്നും ഇത് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് എഹ്സാൻ ഇങ്ങനെ മാത്രം പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇവിടെ ആ ബൈക്ക് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ എന്തായിരുന്നാലും ജയിൽ പുള്ളിക്ക് അതറിയാം. അപ്പോൾ നമുക്ക് ജയിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഹലോ മിസ്റ്റർ ജയിൽ പുള്ളി, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാം. എനിക്കാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം പറഞ്ഞു. അതിന് ഞാൻ നിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഏതാടാ? ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഞാൻ റെഡിയാണ്. എടാ, എന്താ ചോദ്യം? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈ ഹൾക്കിൻ്റെ ബൈക്ക് എവിടെയാണെന്നറിയോ? ഹൾക്കിൻ്റെ ബൈക്കാണല്ലേ. ഇന്നലെ ആർമിക്കാരൊക്കെ വന്ന് ഈ ടെറസിൻ്റെ, ഈ പോലീസ് സ്റ്റേഷൻ്റെ ടെറസിലാണ് ഹൾക്കിൻ്റെ ബൈക്ക് വച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ നമുക്ക് പോവാം ഗീസ്. നിക്ക്, എന്നെ എപ്പോഴാണ് രക്ഷപ്പെടുത്തണത്? നിനക്ക് ഞാൻ ഇന്ന് രാത്രി ഇവിടെ വന്ന് രക്ഷപ്പെടുത്താം. അപ്പത്തേ നീ ഉറങ്ങിക്കോ. ഓക്കെ, എന്നാൽ പെട്ടെന്ന് വരണം കേട്ടോ. സോ ഗീസ്, അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ എവിടെയാ സംഭവം ഒന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് മുകളിലുണ്ട് കേട്ടോ അത്. ഓക്കെ, അപ്പം നമുക്ക് ആ മുകളിലാണെങ്കിൽ വെറുതെ ചെല്ലാനായിട്ട് പറ്റില്ല. നമുക്കാണെങ്കിൽ അതിന് ഒരു ഫ്ലൈയിങ് ആയിട്ട് നമുക്ക് കുറച്ച് ജെറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ എയർപോർട്ടിൽ ജെറ്റ് എടുക്കാം ഗീസ്. ഓക്കെ, എയർപോർട്ടിലാണെങ്കിൽ ജെറ്റ് ഉണ്ടാവും. സോ ഗീസ്, അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ജെറ്റ് എടുക്കാം. എന്നിട്ട് എൻ്റെ പ്ലാൻ വൈസ് നോക്കുവാണെങ്കിൽ അങ്ങനെ ചെന്ന് എടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ ഗീസ്. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ നമ്മുടെ ഫോർച്യൂണർ എടുത്തോണ്ട് നേരെ എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് നാഗ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളും ആ സൈഡിലായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നത് കറക്റ്റാണ്. ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ജെറ്റും കാര്യങ്ങൾ. സോ ഗൈസ്, അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ഹൾക്കിൻ്റെ ബൈക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഗ്രീൻ കളറിലെ മോഡൽ ഏതാണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കണം. എനിക്ക് ജെറ്റ് ഓടിക്കാനറിയാം, എയ്റോപ്ലെയിൻ ഓടിക്കാനറിയില്ല. അങ്ങനത്തെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ നേരെ ചെന്ന് ആ ഹൾക്കിൻ്റെ ബൈക്ക് അങ്ങോട്ട് സ്റ്റീൽ ചെയ്യാം. പോലീസുകാർ പിടിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. അവിടെ ചെന്ന സൈലൻസർ അടിക്കുമെന്നൊക്കെയാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ സൂക്ഷിച്ച് പോവാം കേട്ടോ. അവിടെ പോലീസുകാർ കാര്യങ്ങൾ കാവൽ നിൽക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ മുകളിൽ കയറാം. സോ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ബൈക്കും കാര്യങ്ങളും. എൻ്റെ മോനെ ഗൈസ്, ഇത് ZX10R ന്യൂ മോഡലാട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ZX10R കാര്യങ്ങൾ സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് താഴത്തോട്ടേക്ക് ഇറക്കാം. സോ ഗൈസ്, അങ്ങനെ എന്തായാലും വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്നാ പോലീസുകാർ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്നെ പോലീസ് പിടിക്കുന്നുണ്ട് കേട്ടോ.
അയ്യോ ഗൈസ്, എന്നെ പോലീസൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റീൽ ചെയ്തത് കൊണ്ടാണോ എന്ന് തോന്നുന്നു. 1 സ്റ്റാർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പം നമ്മളിപ്പോൾ സൂക്ഷിച്ചെടുത്തത് കൊണ്ടാണ് 1 സ്റ്റാർ തന്നെ അടിച്ചത്. പോലീസുകാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കാണ് ഇപ്പോൾ ഒരു പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് ഇവിടെ ഇപ്പോൾ JCB വെച്ച് അടയ്ക്കാനായിട്ട് പോവാണ്. നമ്മളാണിപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഒരു JCB നമ്മുടെ കൂട്ടാൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ഇവിടെ സ്പോണാക്കി പോലീസുകാരനെ തടയാനായിട്ട് പോവാണ്. പക്ഷേ ഇത് പോലീസുകാർ എത്തിക്കഴിഞ്ഞു ഗീസ്. അയ്യോ, പോലീസുകാരെ എത്തിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും ഗൈസ്? ഓക്കെ, അതായത് പോലീസുകാർ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ബീച്ചിലോട്ടേക്ക് വച്ചു പിടിക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇത് സ്റ്റീൽ ചെയ്ത് നമുക്കിനി പോലീസുകാരുടെ കയ്യിൽ പെടാനായിട്ട് പറ്റൂല. ഇതിൻ്റെ പവർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് എൻ്റെ മോനെ. ഇതെന്താ ഗൈസ്? ഞാൻ ജസ്റ്റ് ഒന്ന് നിൽക്കുള്ളൂ കേട്ടോ. ഇത് അങ്ങോട്ടേക്ക് പോകണേ നല്ല സ്പീഡാണല്ലോ. സോ ഗൈസ്, ഇതിന് നല്ല സ്പീഡാണ്. നമുക്ക് റാമ്പിലൊന്ന് ചാടിച്ച് നോക്കിയാലോ? സോ ഗൈസ്, അപ്പോൾ നമുക്ക് റാമ്പിലും കാര്യങ്ങൾ ചാടിക്കാട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ZX10R ഫാൻസ് ആണ് ഈ വീഡിയോയും കൂടി ഒരു ലൈക്ക് അടിച്ച് പൊടിച്ചേക്കാം ഗൈസ്. നിങ്ങളാരും ലൈക്ക് അടിക്കുന്നില്ല, പിന്നെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. ഒക്കെ എന്താണെന്ന് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്കത് ഒരു സന്തോഷമായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഞാനാണ് നേരെ ചാടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ സ്മൂത്ത്. സോ ഗൈസ്, അപ്പോൾ നമ്മളാണ് അവിടെ വെച്ചൊന്ന് സ്ലിപ്പായി പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.